എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ ഗ്രേവിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ല, കാഷ്നട്ട് ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ ഗ്രേവിയാണിത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രേവിക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി എൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് 1 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ്. സോയാ സോസ് നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് സാധാരണ ചേർക്കുന്ന അത്രയും വേണ്ട, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്. കാരണം വേറെ പൊടികളും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഇതുപോലൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് 1 മണിക്കൂറൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ കുറഞ്ഞത് നമ്മളൊരു 30 മിനിറ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചേക്കണം കേട്ടോ. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ഏലക്കായും 2 വറ്റൽമുളകും ഒരു 4ഓളം ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ 3 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോവണ്ട, ഒരു പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിന് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു മണം വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3.5 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തു എന്ന് കരുതി അത് ഒരുപാട് എരിവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. സാധാരണ ഒരു നോർമൽ എരിവ് കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു എരിവ് തന്നെ ഉള്ളൂ. ഇനി അഥവാ അത്രയും എരിവും കഴിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇത് സാധാരണ കഴിക്കുന്ന രീതിയിൽ 3.5 ടേബിൾ സ്പൂൺ കറക്റ്റാണ് കേട്ടോ കുരുമുളക്. ഇനി നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം ഈ ഒരു കുരുമുളക് നല്ല പോലെ തന്നെ തിളപ്പിച്ചിട്ടെടുക്കണം. ആ ഒരു കുരുമുളക് അതിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഒരു 4-5 മിനിറ്റോളം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ ഈ ഒരു കുരുമുളകൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. മറ്റേ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് എപ്പോഴും കൂടുതൽ നമ്മൾ ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ എല്ലാം കൂടെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഇതിലൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. തീ ഒരുപാട് നമ്മൾ കുറയ്ക്കേണ്ട കേട്ടോ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇത് കണ്ടില്ല, ചിക്കൻ അതൊന്നും തന്നെ കുറേ വെള്ളം അങ്ങ് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി ഇതുപോലെ കളറൊക്കെ മാറി വരും. അപ്പോൾ ഇത്ര മതി കേട്ടോ, ഏകദേശം ഒരു പകുതിയോളം തന്നെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യമേ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു 3.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അതിൻ്റെ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുരുമുളക് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചെറിയതായിട്ട് ചൂടാക്കി വെച്ചിരുന്ന ഒരു ചേരുവകളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു കുരുമുളക് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു വെള്ളമില്ലേ, ആ ഒരു വെള്ളം ഇതിൻ്റെ 3/4 ഭാഗത്തോളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ആദ്യം ഒരു വെള്ളം ഒരു 3/4 ഭാഗത്തോളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് അരച്ചിട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയിൽ നിന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ടി കിട്ടും. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു പച്ച ചവയൊന്ന് മാറണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ. അതിൻ്റെ ഒരു പച്ച ചവയൊക്കെ മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മളൊരു കറിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് കൂടുതൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിൽ ആ ഒരു പെപ്പറിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മുളക് പൊടിയോ വേറെ പൊടികളൊന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുരുമുളകിൻ്റെയൊക്കെ ഒരു അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും. എന്നിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കുരുമുളകിൻ്റെയൊക്കെ ഒരു പച്ച ചവയൊന്ന് മാറി വരണം. അപ്പോൾ അതൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റോളം ഇളക്കുമ്പോഴത്തേക്കും തന്നെ ഒരു പച്ച ചവയൊക്കെ മാറി കിട്ടും. ഇത് കണ്ടില്ല, ഇതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയത്താണ് ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം നല്ല വലിയൊരു തക്കാളി തന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ 3-4 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഓയിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഒരു 3-4 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറിയതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ചിക്കൻ എല്ലാം തന്നെ ഒരു മസാലയിൽ കിടന്നത് ചൂടായിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ എല്ലാം ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 കപ്പ് അളവ്, അതായത് 250 ml വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ഗ്രേവി ആയിട്ട് വേണ്ടെങ്കിൽ, കുറച്ച് വരട്ടിയിരിക്കുന്ന ഒരു പാകത്തിനാണ് വേണ്ടെങ്കിൽ ഈ 1 കപ്പ് വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റും കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. 15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് തീയിൽ വെച്ച് കൊടുക്കരുത്. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതുപോലെ ഒരു 15 മിനിറ്റിന് ശേഷം നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക. ഇതിൽ ചെറിയൊരു പുളിയുടെ കുറവുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം നമുക്കിതിലേക്ക് നാരങ്ങാനീര് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മാത്രം നാരങ്ങാനീരൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളേ. അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചേരുവ കുറച്ച് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെപ്പറിൻ്റെ ഒരു കുത്തലും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഒരു അടിപൊളി ഫ്ലേവറുമാണ് കേട്ടോ. നിങ്ങളിൽ കതിച്ചൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അധികം വെള്ളം ചേർക്കാതെ ജ്യൂസാക്കി ഒന്ന് അടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി.
നല്ല പഴുത്ത കൈതച്ചക്കയുടെ ജ്യൂസൊക്കെ ആണെങ്കിൽ ഒരു 1-1.25 ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരുപാടങ്ങ് പഴുത്തല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും താല്പര്യം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വാങ്ങാറാവുന്ന ഒരു സമയത്ത് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 പച്ചമുളക് മതിയിട്ട് 1 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കാഷ്നട്ടും ഒക്കെ അരച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു കാഷ്നറ്റും ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ചപ്പാത്തിയും പൊറോട്ടയും ചോറും നെയ്ച്ചോറും ഇടിയപ്പവും പത്തിരി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചുമ്മാ ഒരു ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് പെപ്പർ ചിക്കൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.